നിങ്ങൾക്ക് ആർക്കൊക്കെ ഈ പരിപാടി അറിയാം? ഇതുപോലെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ പ്രിന്റ് എടുക്കാം. ഇതൊക്കെ മിക്കവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. കൗതുക ലേശം കൂടുതലായതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് ചെയ്തു നോക്കാം. പിന്നെ ഇതൊക്കെ പണ്ടത്തെ ഓർമ്മയല്ലേ? പ്രായമായി കഴിയുമ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വല്ലാത്തൊരു ഫീല് തന്നെയാണ്. അപ്പോ പ്രായം നോക്കണ്ട, നിങ്ങളും പോയി ചെയ്തു നോക്ക്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ എങ്ങനെ പ്രിന്റ് എടുക്കാം എന്നുള്ള ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ കാണിച്ചു തരാം. പ്രിന്റ് എടുക്കാൻ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഈ മെഴുകുതിരിയാണ്. പ്രിന്റ് എടുക്കാനുള്ള പേപ്പർ എടുക്കുക, എന്നിട്ട് ഈ മെഴുകുതിരി വെച്ചിട്ട് പ്രിന്റ് എടുക്കേണ്ട ഭാഗം ഇങ്ങനെ ഒരതുക. നമ്മൾ ഒരതി കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇനി ഇവിടെ ഒരതിയ ഭാഗത്ത് ഒരു വെള്ള പേപ്പർ വെക്കണം. ഇതിന്റെ മുകളിൽ ഒരു വെള്ള പേപ്പർ വെക്കുക. എന്നിട്ട് നമുക്ക് ഒരു തൊട്ടെടുക്കുക. ഈ തൊട്ടെടുത്തിട്ട് വെള്ള പേപ്പറിന്റെ മുകളിൽ ഇങ്ങനെ ഉരയ്ക്കുക. നമ്മൾ ഉരച്ചു കഴിഞ്ഞു. പ്രിന്റ് വന്നിട്ടുണ്ടോ എന്ന് വിശ്വസിക്കാം. നമുക്ക് തിരിച്ച് നോക്കാം. വന്നിട്ടുണ്ട്. ഇവിടെ തേങ്ങ വന്ന് ഈ ഒരു ഭാഗം വന്നുള്ളൂ. നമുക്ക് വേറൊരു ഫോട്ടോ നോക്കാം. നമുക്ക് ഈ മെഴുകുതിരി പ്രിന്റ് എടുക്കേണ്ട ഫോട്ടോയുടെ മുകളിൽ ഒരത് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും. അതിന്റെ മുകളിൽ ഒരു വെള്ള പേപ്പർ വെക്കുക. എന്നിട്ട് ഒരു തൊട്ടെടുത്തിട്ട് ഇതിന്റെ മുകളിൽ ഒരതുക. അങ്ങനെ നമ്മൾ ഒരതി കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് പൊക്കി നോക്കാം. രണ്ടു തവണ നോക്കിയിട്ടും പറ്റുന്നില്ല. ഞാൻ കണ്ട വീഡിയോയിൽ ചെറുക്കൻ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവന് പ്രിന്റ് വന്നല്ലോ. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടോ. നിങ്ങൾക്ക് ആർക്കൊക്കെ ഈ പരിപാടി അറിയാം? ഇതുപോലെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ പ്രിന്റ് എടുക്കാം. ഇതൊക്കെ മിക്കവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. കൗതുക ലേശം കൂടുതലായതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് ചെയ്തു നോക്കാം. പിന്നെ ഇതൊക്കെ പണ്ടത്തെ ഓർമ്മയല്ലേ? പ്രായമായി കഴിയുമ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വല്ലാത്തൊരു ഫീല് തന്നെയാണ്. അപ്പോ പ്രായം നോക്കണ്ട, നിങ്ങളും പോയി ചെയ്തു നോക്ക്. കണ്ടില്ലേ, എനിക്കെന്താ ഇനി ഞാൻ ഉരച്ചത് ശരിയായില്ലേ? ഇനി എനിക്ക് ഉരയ്ക്കാനൊന്നും വയ്യ. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് താഴെ കമന്റ് ചെയ്യും. ബൈ.